നമുക്ക് കമൻസിന് മറുപടി പറയല, ചുമ്മാ ടീം പാസ്. ഇന്ന് വന്ന കമൻറ്റ്, സീ ബെൽറ്റ്. എന്തൊരു പേരിടായിട്ട്, നിനക്ക് സ്വന്തം പേരിട്ടുണ്ട് വന്നോടെ. മുഹമ്മദിന് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ബ്രാക്കറ്റിൽ കാമം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹു ആകാശത്തു നിന്ന് ആയത്തിറക്കി അവനെ സംരക്ഷിച്ചു പോന്നു. ഇത് പറയുന്ന ക്രിസ്ത്യാനികളല്ല, അൽ കുത്തർബീം ആണിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാരുടെ അൽ കുത്തർബീം? ഏതൊരു വ്യക്തിയുടെ ഭാര്യയെയും നബിക്ക് മോഹിക്കാം. അങ്ങനെ മോഹിച്ചു പോയാൽ ഭർത്താക്കന്മാർ അവളെ വിവാഹമോചനം ചെയ്ത് വിഷയാസക്തനായ മുഹമ്മദിന് കൊടുക്കണം. ഇതാണല്ലോ മുഹമ്മദിന് അള്ളാഹു കൊടുത്ത 16 പദവികളിൽ 10ാമത്തേത്. അറബികളുടെ ഇടയിൽ അറുവാദിച്ച് ജീവിക്കാൻ മുഹമ്മദ് കണ്ടെത്തിയ വ്യാജദേവനായിരുന്നു ഈ അള്ളാഹു. അതൊക്കെ എഴുതിയപ്പോൾ അവൻ്റെ ഒരു സമാധാനം. അതൊരു കമൻറ്റ്. അതിന് എൻ്റെ മറുപടി ആയിരിക്കും പ്രതീക്ഷിക്കുന്നതല്ലേ. ഞാൻ ഒരു നടുവിരൽ നമസ്കാരം അങ്ങ് തരട്ടെ. എനിക്ക് മനസ്സിലാവുന്ന വല്ലതൊക്കെ എഴുതി വെച്ചാൽ ഞാൻ മറുപടി തരാം. ഇതിനൊക്കെ എന്തിനു മറുപടി തരാൻ പറ്റുന്നത്? അതുകൊണ്ട് അടുത്തത്, ജീസസ് ലവ് ഓൺലി. കൃസംഗി. ജാമിദ ടീച്ചറിനെ ഒലത്താൻ പോയിട്ട് എന്തായി? ജാമിദ ഒലത്താനൊക്കെ പറ്റൂ. ഏകദേശം 10 പേര് ഒലത്തിയ കഥ ഞാൻ അറിഞ്ഞായിരുന്നു. നീയും ഒലത്തി. ആകട്ടെ. അതുപോലെ ഇതും എന്ന് വെച്ചാൽ ലാരിഫ് ഹുസൈൻ്റെ വീട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ലേ, അതുകൊണ്ടാണ്, അതിനാണ് പറയണത്. നിങ്ങൾക്ക് അവരോട് മുട്ടാൻ പറ്റില്ല. എടാ മൈത്താണ്ടി മൈക്കിളാഞ്ചി മോനെ, ഇടും അവൻ്റെ വീട്ടിൻ്റെ ഫോട്ടോ എടുത്തിടാൻ. ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായി ഞാൻ കോഴിക്കോട് പോയി അവൻ്റെ ഉമ്മായും ബാപ്പായും താമസിക്കുന്ന സ്ഥലത്തെത്തി അവളെ വീട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അവരെ വീട്ടിനകത്ത് കയറി അവരെ ഇൻ്റർവ്യൂ ചെയ്ത് കയ്യിൽ റെക്കോർഡും കൊണ്ടിരിക്കുന്നെങ്കിൽ അത് പിന്നെ മുട്ടാൻ പറ്റാനിട്ടാണാടി. ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ, ഉമ്മച്ചി ചൂലെടുക്കും. അത് പറ്റും. അവരോട് ഖുർആൻ കൊണ്ട് മുട്ടാൻ പവർ ഉണ്ടോ ആർക്കേലും? അവരുടെ കുടുംബ ചരിത്രം കൊണ്ടുവന്ന് ലോകത്തെ അറിയിച്ചാൽ അവർക്കെന്ത് മാങ്ങാണ്? അത് ശരി. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മുഹമ്മദ് നബിയുടെ ചരിത്രം കൊണ്ടുവന്ന് വളച്ചൊടിച്ച് പറഞ്ഞ ഞങ്ങൾക്കെന്ത് മാങ്ങ? ഞങ്ങൾക്കൊരു വാഴയില്ല. ഈ ബാക്കി കൃഷ്ണൻ, രാമൻ, ഇങ്ങനെയുള്ള കുറേ സംഗതികളെയൊക്കെ പറ്റി പറയുന്നത് അതൊക്കെ പിന്നെ മിത്താണെന്ന് പറയാം. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഗോത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതചര്യകൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും മനുഷ്യർ അതനുസരിച്ചിട്ടും അത് മനസ്സിലാക്കിയിട്ടും അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു മാതൃകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു ചര്യയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരപ്പെട്ട മനുഷ്യനാണ്. ആ കാര്യത്തിന് കുശുമ്പ് കൊണ്ട് മാത്രം ഇരുന്ന് തള്ളി മറിക്കുന്ന കാമിതയെ പോലുള്ള കള്ളികളാണെന്ന് കാണിക്കാനല്ലേ ഇത് ചെയ്തത്. ഇത് പേഴ്സണൽ അറ്റാക്കാണെന്ന് നീ തെറ്റിദ്ധരിക്കല്ലേ. ഒറ്റ കാര്യമേ ഉള്ളൂ. അവൾ പറഞ്ഞു അവൾ വിദ്യാഭ്യാസമുള്ള, അതായത് ഏതൊക്കെയോ വലിയ വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വലിയ ടീച്ചറാണെന്ന് പറഞ്ഞു. തെളിവുണ്ടോ? തെളിവാണ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു മണ്ടത്തിയാണ് അവൾ എന്ന് കൃത്യം തെളിവ് ഉൾപ്പെടെ പറഞ്ഞു. നിങ്ങളുടെ കാമിത എന്ത് ചെയ്യണം? ഇതാണ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കണമായിരുന്നു. +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറ. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറ. ഉണ്ടോ? അവക്കത് ഇല്ല. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുത്തിക്ക് എങ്ങനെയാണ് എലിജിബിലിറ്റി ടീച്ചറായിട്ട് കിട്ടുക? മദ്രസയെ പഠിപ്പിച്ചെന്നോ? മദ്രസയിലെ ഉസ്താദിൻ്റെ വോയിസ് കൊണ്ടുവന്നിട്ടു. എന്താണ് മദ്രസയിൽ അവൾ പഠിപ്പിച്ചിട്ടില്ല? അവൾ നഴ്സറി ലെവലിലുള്ള കുട്ടികളെ അലിഫ് താ ബാ എന്ന് പഠിപ്പിച്ചു കൊടുത്ത്, അതായത് കായ്ക്ക കായ്ക്കങ്ങ, ആ ചായ്ച്ച് ചായ്ച്ചെന്ന, ആ ഡേറ്റ് ഡേറ്റ് എന്ന് പഠിപ്പിക്കുന്ന പരിപാടിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ധർമ്മക്കെട്ട് കെട്ടി കല്യാണം കഴിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ സാമാനത്തിൽ അരിപ്പിളവി നാട്ടിലുള്ള ആണുങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങി വ്യഭിചരിച്ച് നടന്നൊരു വ്യഭിചാര സന്തതി സ്വന്തം വ്യഭിചാരത്തിനെയാണ് എടുത്ത് മുഹമ്മദ് നബിയുടെ തലയിൽ കൊണ്ടുവച്ച് വക്രീകരിച്ച് പറഞ്ഞ് പണ്ഡിതയായി വാഴുന്നത്. നാക്കിട്ടടിക്കാൻ ധൈര്യമുണ്ട്, നാക്കിട്ടടിക്കാനുള്ള തൻ്റെ ഇടവും ആവതും ഉള്ളത് കൊണ്ട് എന്ത് പോക്കൃത്തരവും പറഞ്ഞാൽ അതിനെ ആശയപരമായി അടിക്കാൻ പറ്റത്തില്ല. അവൾ പറയണ ഒരു സാധനവും സത്യമല്ല എന്ന് തെളിയിക്കാൻ ഇതേ മാർഗമുള്ളൂ. അതാണ് ചെയ്തത്. അത് കാണുമ്പോൾ കുത്തിക്കഴ വിളവിയെങ്കിൽ അവളെ ഞാൻ എന്തര ഒലത്താൻ പോയിട്ട് പറ്റിയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒലത്തൊന്നും എൻ്റെ എന്ന് പ്രതീക്ഷിക്കേണ്ട. അഭിമാനബോധമുള്ളവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അഭിമാനബോധമില്ലാത്ത ഒരു നാറി തള്ളയാണ്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നെ പറഞ്ഞത് അവളുടെ അടുത്ത് കേസ് കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ അവൾ കേസ് കൊടുക്കട്ടെ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഞാൻ കൊടുത്തല്ലോ കേസ്. ബിക്കോസ് അവൾ പറഞ്ഞത് കളവാണ്. അതാണ് കറക്റ്റ്. അവളുടെ ഭർത്താവ്, ആദ്യത്തെ ഭർത്താവ്, ഇപ്പോഴത്തെയും ഭർത്താവ്, ഇപ്പൊ കൊണ്ട് നടക്കണ മുഴുക്ക വെപ്പാട്ടന്മാരാണ്. ആദ്യത്തെ ഭർത്താവ് വന്നിരുന്ന് പറയുന്നുണ്ട് ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല, അവൾ എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ല, എൻ്റെ കൂടെ കടന്ന സമയത്ത് ഞാൻ കൊടുത്ത 2 മക്കൾ അവളെ കയ്യിൽ, എൻ്റെ കുട്ടികളെ കാണിക്കുന്നില്ല, കടബാധ്യതകൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. മുഹമ്മദ് നബിയുടെ ഭാര്യമാരും എന്ന് പറഞ്ഞില്ലല്ലോ, പക്ഷെ ഇവളുടെ കെട്ടിയോമെന്ന് പറയുന്നില്ലേ. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ കഥ കേൾക്ക്. അതല്ലേ കേൾക്കേണ്ടത്. അതായത് ആദ്യം തന്നെ
അപ്പോൾ അവളെ പൊളിച്ചോ ഇല്ലയോ എന്നുള്ളത് 90% ഞാൻ പൊളിച്ചു. ഒരു 10 ഉണ്ട്, അത് ഞാൻ പൊളിക്കുന്നുണ്ട്. അത് വൈദവേ വരും. ഇനി ഗഫൂർ 8ഓളം കേസിലെ പ്രതി അവൻ. കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കാമിതയെ കയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യ നിലനിൽക്കുകയും അവൾ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല, ഇവൻ അവളെയും ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അവൻ്റെ കുട്ടികളെന്ന് അവകാശപ്പെടുന്ന അവളുടെ കുട്ടികൾ ഇവൻ്റെ ഒപ്പമാണ്. ഇവൾ ചെലവിന് കൊടുക്കുന്നു. അവൻ ക്ലവറാ, ഇവൾ മന്ദബുദ്ധി. അവൾക്കും അവളുടെ ഭർത്താവിനും അവളുടെ കുട്ടികൾക്കും ചെലവിന് കൊടുക്കുമ്പോൾ വാടകയ്ക്കായി സ്വന്തം ഭർത്താവിന് വിട്ടുകൊടുത്തിട്ടിരിക്കുകയാണ് ആ സ്ത്രീ. ഇതിൽ പരം ഒരു വൃത്തികേട് വേറെ ഉണ്ടോ? ഇതല്ലേ സെക്സിൻ്റെ വൾഗാരിറ്റി. നിനക്കൊരു ഭർത്താവിനെ വേണമെങ്കിൽ പരസ്യം ചെയ്താൽ ഇഷ്ടം പോലെ ആളുകൾ വന്ന് കല്യാണം കഴിക്കൂലേ? നീ ഒരു സംഖ്യ തന്നെ പോയി ഉണ്ടാക്കാൻ പറ, സംഖ്യയുടെ കൂടെ ഇരുന്നൂടെ. പക്ഷെ അതൊന്നും ചെയ്യാതെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഒരു ഭർത്താവിനെ. സ്വന്തം ജീവിതമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഞാൻ മോശപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ എനിക്കൊരിക്കലും പാതിവൃത്തി സംസാരിക്കാനുള്ള അവകാശമില്ല. ഞാൻ ആ രീതിയിൽ ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ എനിക്കതിനെപ്പറ്റി പറയാം. ഞാൻ വേശയായിട്ട് നടന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പറയണത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതാ പറഞ്ഞത്, അത് മനസ്സിലാകണമെങ്കിൽ സെൻസ് കുറ്റി ഉണ്ടാവണം. ആ കുറ്റി നിനക്കില്ല. അതാണ് നിൻ്റെ ആ കമൻറ്റ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് ഒന്നുകിൽ തീഹാർ അല്ലെങ്കിൽ ഗാസിയാബാദ്, അതിനപ്പുറം ഈ സ്ത്രീ പോകില്ല. ഗാസിയാബാദ് ആണെങ്കിൽ ബാസിത്ത് ആൽവിനും ആസാദി താത്തയും ഉണ്ട്. 3 പേർക്കും കൂടി മലയാളം സംസാരിച്ചിരിക്കാമല്ലോ. ശരിയാണ്, നിങ്ങൾ വിചാരിച്ചത് കണക്ക് കുറച്ച് പേര് അതിനകത്ത് പിടിച്ചിടാൻ പറ്റി. അതുകൊണ്ട് ഇസ്ലാമിയരെല്ലാം അങ്ങ് അകത്താകുന്നതാണ്. ആ തൻ്റെ ഇടം, ആ അഹങ്കാരം, അധികാരം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലേ. ഈ അധികാരം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലേ ഈ അഹങ്കാരം. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആ പവറും ആ രീതിയിൽ നിങ്ങളോട് പ്രതിരോധിക്കാനുള്ള അധികാരം കൂടെ കിട്ടിയാലോ നിങ്ങളത് ചെയ്യൂ. ഇവിടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആൾക്കാർ അധികാരത്തിൽ വരേണ്ട ഒരു അനിവാര്യ ഘട്ടമുള്ളത്. പിന്നെ തീഹാർ, നീ തീഹാർ എന്ന് കേട്ടിട്ടുള്ള, ഇവിടെ അതിനെക്കാട്ടി വലിയ ജയിലുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നീ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത് നേടിയെടുക്കാൻ ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത മനുഷ്യർ തന്നെയാണ് ഇസ്ലാമിലെ ആണും പെണ്ണും. ആവിദ ബീഗത്തിന് വല്ല ഓർമ്മയുണ്ട്? അലി സഹോദരന്മാരുടെ മാമായ വിധവയായിരുന്നു. ഭർത്താവ് മരണപ്പെട്ട അവർ സ്വന്തം മക്കളെ പഠിപ്പിച്ച് നല്ല ജോലികളിലാക്കി അന്തസ്സായിട്ട് ജീവിക്കുന്നതിന് പകരം ആ മക്കൾക്കൊപ്പം ഇറങ്ങി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പൊരുതിയ സ്ത്രീയാണ്. അതേപോലൊരു സ്ത്രീയാണ് ഞാനും ഒന്നങ്ങ് കൂട്ടിക്കൂടാ. ഞാൻ മുസ്ലിമാടാ, എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആ പോട്ട് കൂടുതൽ തള്ളുന്നില്ല, എത്രയേ ഉള്ളൂ. അത് വന്ന് ജലസ് ഓഫ് ലവ് വന്ന് തമ്പ് കൊടുത്തിട്ടുണ്ട്, സൂപ്പർ എന്ന്. നിങ്ങൾ രണ്ടും കൂടെ ചേർന്നങ്ങ് തമ്പടിക്കുകയാണല്ലേ, സൂപ്പർ ഇതെല്ലാവരും. ഒന്നുകിൽ തീഹാർ, അത് അങ്ങനെ ഒരു തീഹാർ ഇനി ഉണ്ടായി വരാനിരിക്കുന്നു. അത് പൊട്ടി. അടുത്ത കമൻറ്റ് ഇതിൻ്റെ ബാലൻസ് ആണെന്നാണ് കേട്ടോ. അല്ല, വേറൊരു കമൻറ്റിൻ്റെ ബാലൻസ് ആണ്. അത് നമുക്ക് ആ കമൻറ്റ് വായിക്കാം. അങ്ങേരെ ചീത്ത പറഞ്ഞ് തോൽപ്പിക്കാതെ പുള്ളി ചാനലിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകും. ഞാനവനെ എപ്പോൾ ചീത്ത വിളിച്ച്? ഞാനവനെ ചീത്തയെന്ന് വിളിച്ചിട്ടില്ല. അത് കേൾക്കാനും ശരിയെന്ന് തോന്നുന്നത് സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. ആയിക്കോട്ടെ, അവൻ്റെ പെണ്ണുമ്പിളെ ഓക്കാന്ന് പറഞ്ഞാൽ നീ പോയി ഓക്ക്. അതിനിപ്പോൾ അത് എൻ്റെ അടുത്തൊന്നും പറയണേന്തിന്? അല്ലാതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആയി ശരി, ഞാനൊരു പാട്ടല്ലേ ഇട്ടത്. തീവ്രമായ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ സപ്പോർട്ട് കമൻറ്റ് ബോക്സിൽ കിട്ടുമെന്നല്ലാതെ ഈ വിശ്വാസങ്ങളെക്കുറിച്ച് സാമാന്യ ബോധത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാക്കിയ അവമതിപ്പ് മാറാൻ പോകുന്നില്ല. വസ്തുനിഷ്ഠമായി തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്നത് പോലെയുണ്ട്. അത് ശരി, വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ തർക്കിച്ച് തോൽപ്പിക്കണം. അവൻ പറയുന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തു വെച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നീ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് തെളിവായിട്ട് കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? ഉമ്മായെ നോക്കുന്നില്ല. അവൻ ഉമ്മായെ നോക്കി അപ്പം പണണമെന്ന് തോന്നും എന്നാണ് അവൻ പറഞ്ഞത്. അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണ്ടേ? അതിലിപ്പോൾ അത് ചെയ്യുന്നതിലിപ്പോൾ എന്താ കുഴപ്പമായിരിക്കുന്നത്? പിന്നെ വസ്തുനിഷ്ഠമായിട്ട് ചർച്ചയ്ക്ക് വെക്കണമെന്ന്. വ്യക്തിഹത്യ ചെയ്യുന്നത് പോലുണ്ട്. അവൻ വ്യക്തിഹത്യയല്ലേ ചെയ്യുന്നത്? മുഹമ്മദ് നബി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും റെസ്പെക്റ്റോട് കൂടി ചിന്തിക്കുന്ന ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ തിരിച്ച് വ്യക്തിഹത്യ കിട്ടൂലേ? നീ പായസം കൊടുത്താൽ പായസം കിട്ടും, നീ തീട്ടം കൊടുത്താൽ നിനക്ക് തീട്ടം കിട്ടും. അത്രയേ ഉള്ളൂ. ഇവിടെ അതാണ് പോളിസി. ഒന്നുകിൽ തീഹാർ അല്ലെങ്കിൽ ഗാസിബ, അവിടെയും വന്ന് ഒപ്പിട്ടിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ഡർപ്പണ്ണൻ. ഒന്നിനും പേരും അഡ്രസ്സും ഒന്നുമില്ല, എന്തൊക്കെയാണ് പറയുന്നതാണ്. ഷെഫി, ഖുറാനെ കുറിച്ച് സംസാരിക്കൂ. ഖുറാനെ കുറിച്ചെന്നായിരിക്കും, ഖുറാനെ കുറിച്ച് സംസാരിക്കൂ. അതാണ് പ്രബുദ്ധ കേരള ജനത ആഗ്രഹിക്കുന്നത്. സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരും. താത്ത അപ്പോൾ ഷെഫി താത്ത തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. താത്തേ, സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരുമ്പോൾ ഞാൻ തലയിൽ മുണ്ടിട്ട് കിടക്കണമെന്ന്. നീ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയണത്. 1400 വർഷങ്ങൾക്ക് മുമ്പൊന്നും പോകണ്ട. ഒരു 100 കൊല്ലം മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം, പ്രത്യേകിച്ച് കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ തലയിൽ തുണിയല്ലടാ വേറെന്തെങ്കിലും എടുത്തിട്ടുകൊണ്ട് ഓടാൻ തോന്നും. അമ്മാതിരി ചരിത്രമാണ് നമുക്കുള്ളത്.
ഞാനിപ്പോൾ ഈ ഏതാ അറബ് രാജ്യത്തുള്ള കാര്യം പറയും, സൗദിയിലും കണ്ടുണ്ടായ ചരിത്രമാണ്. അതൊക്കെ എന്തിനാണ് ഞാൻ പറയണത്? ഖുർആൻ ഞാൻ എടുത്ത് വെച്ച് പറഞ്ഞിട്ട് എന്തോന്നും ഉണ്ടായി? അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോത്രീയ രീതിയിലുണ്ടായിരുന്ന ഒരു ആചാരം, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഈ കൃഷ്ണനും രാമനും ഒക്കെ പറയുന്നത് കണക്കല്ലാതെ അതൊക്കെ മിത്താണ്, കഥകളാണ്. അതേസമയം ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞ് എന്തോന്ന് ചെയ്യാൻ? ഞാനത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എനിക്ക് പറയാം, ഇവിടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ചരിത്രമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളുണ്ട്. കൊടവ വടക്കലും അറക്കുടയിലെ മഹാനരകം തുടങ്ങി ഇത്യാദി ഇഷ്ടംമാതിരി തോന്നിവാസങ്ങളുണ്ട്. മുലക്കര, മൂലക്കര, ചുമക്കര, നിക്കക്കര, നടക്കക്കര. നടക്കുമ്പോൾ ഇത്ര അടി ദൂരം, അമ്പലത്തിൽ കയറിക്കൂടാ, നീങ്ങി നിന്നൂടാ, നടന്നൂടാ, തൊട്ടൂടാ, കിടന്നൂടാ. അയ്യോ, ഇത് തന്നെ ഒരു 100 സാധനങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ പോരും, ഇതൊക്കെ തന്നെ നല്ല ടൈം പോകുന്നതല്ലേ. പിന്നെ മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുമത വിശ്വാസികളാണ്. ഇവർക്ക് തന്നെ ശിവപുരാണം, ലിംഗപുരാണം, ജോനി പുരാണം, ഇനി 100 സാധനങ്ങളില്ലയോ. പിന്നെ നിനക്കൊക്കെ വേണ്ടി ഞാൻ ഫ്രീ ഒരു സാധനം തരാം. നിങ്ങളൊക്കെ മോങ്ങിയെ കണ്ടു. ഇപ്പം ശ്രീരാമനെയാണല്ലോ നിങ്ങൾ ജയ് ശ്രീറാം എന്നല്ല, ജയ് ശ്രീറാം എന്നല്ല, ജയ് മോങ്ങിജി എന്നും കൂടെ പറയണം. മോങ്ങിജി അങ്ങേര് സെയിമാ. 2 എണ്ണം കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് കളഞ്ഞവരാ. മോങ്ങിയാണെങ്കിൽ സെയിം, ലങ്ങേര് സെയിം, രണ്ടും കണക്കാം. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങേരെയാണ്. ഈ മുസ്ലിങ്ങൾ ലങ്ങേരെ ഫോളോ ചെയ്തിട്ട് അതിനിപ്പോൾ എന്ത്? എടാ, പണ്ട് കാലഘട്ടത്തിൽ 440 കെട്ടാത്തവരാ ദശരഥ മഹാരാജാവിന് എത്ര ഭാര്യമാർ? നീ അത് പറഞ്ഞ. രാമ മാത്രമല്ലേ ഒന്നിനെ കെട്ടി കൊണ്ട് കളയുകയും ചെയ്തത്. ബാക്കി എല്ലാവർക്കും 440 ഇല്ലായിരുന്നോടാ. ചരിത്രം എടുത്തു വെച്ചു. ശ്രീകൃഷ്ണൻ എത്ര എണ്ണം? 16,000 എണ്ണം ഉണ്ടായിരുന്നോ ഇല്ലയോ? എല്ലാം കല്യാണം കഴിച്ചതാ. അത് പോരണ്ട ഒരു തേപ്പ്, രാധ ചേച്ചി തേച്ച് തന്നെ. ആദ്യത്തെ തേപ്പുകാരനായിരുന്നു വെച്ചാൽ അത്. ഇനി ഇന്ദ്രൻ്റെ കഥ എടുക്കണം. എൻ്റെ ശിവനേ അവിഹിതം. അവിഹിതം ആദ്യം കണ്ടുപിടിച്ചത് ശിവൻ, പിന്നെ ഇന്ദ്രൻ. അഹല്യെ കയറി മഹർഷിയുടെ വെണ്ടാട്ടിയ കുശിയായിട്ടിയ. ഈ ചരിത്രക്കാരുടെ എൻ്റർടൈൻമെൻ്റ് അല്ലേ ഇതൊക്കെ? അല്ലല്ലോ സെക്സ് ഉള്ളത്. മറ്റേതെന്തൊരു വലിയ കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ കൂടെ പോണത്, അതൊരു കഥയാ. നിനക്കാണ് അതൊക്കെ കാണുമ്പോൾ വെള്ളം ഇറക്കാൻ തോന്നുന്നത്. ഇവിടെയുണ്ട് മഹർഷിമാരുടെ പെണ്ണുങ്ങളെ പണ്ടേ വീക്ക്നെസ്സാ ശിവന് പോലും. തോന്നുമ്പോൾ ഇങ്ങോട്ട് വരും, ആകെ പൂശാമുട്ടിയാണ് വരുന്നത്. വന്ന വഴിയിൽ മഹർഷി ശപിച്ചാണ് സുനാ വെട്ടി ദൂരെ പോയത്. ഇതേ സുനാ വെട്ടൽ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഇസ്ലാം മതത്തിലാണ് സുനാ ചെത്തലെന്നാ? ഞാൻ അത് അവിടെയാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സുനാ ചെത്തൽ പരമ്പര നടന്നത് നിങ്ങളാണ്. ഇവരാകുമ്പോൾ തൊലിയെ ചെത്തിക്കളയും, നിങ്ങളാണെങ്കിൽ മുഴുവൻ ചെത്തിക്കളയുന്ന പരിപാടി. എടാ, കോമഡി അടിക്കല്ലേടാ, മന്ദബുദ്ധികളെ. പോട്ടെ. പിന്നെന്തുവായിരുന്നു നിങ്ങൾ എഴുതിയത്? എന്തോന്നോ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ പേര് നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഈ 2 കമൻറ്റേ കണ്ടിട്ടുള്ളൂ, 3 കമൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി തീഹാർ ജയിലിലേക്ക് ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് തീഹാർ ജയിലിലേക്ക് പോയി കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടാരണ്ട് പറഞ്ഞിടക്ക് കണ്ണൂർ ജയിൽ ആണുങ്ങൾക്കുള്ളതാണ്ടാ, കണ്ണൂർ ജയിൽ പെണ്ണുങ്ങൾക്ക് കൂടെ ഉള്ളതാണ്ടാ. അങ്ങനെ ഒരു മാറ്റം വേണ്ടേ? തീഹാർ ജയിൽ പെണ്ണുങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. അപ്പോൾ ആൾറെഡി അവിടെ ഒരു കൊച്ചു കിടക്കണം എന്നല്ലേ പറഞ്ഞത്. ഒരു കൂട്ടിന് ഞാനും കൂടെ പോയി കിടക്കാൻ തീരുമാനിച്ചു. അല്ല പിള്ളേച്ച, ജന്തിനെന്നെ അവിടെ കൊണ്ടിടും. ഞാൻ എന്തൊരു സമരത്തിന് ഇറങ്ങിയ, ഏതെങ്കിലും പൊതുവേദികളിൽ പ്രസംഗിച്ച, കഞ്ചാവ് കഴുത്തിയ, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്ത, ആളെ കൊന്ന, ഒന്നും ഇല്ലല്ലോ. എന്തിനാടാ ഈ കൂടുതലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേ? അധികാരം ഇരിക്കുന്നുള്ള ധാഷ്ട്യം കൊണ്ട് ഇങ്ങോട്ട് തള്ളല്ലേ? ഒരെണ്ണം തീർന്ന 9 എണ്ണം ജനിച്ചു വരും. ആ പെണ്ണെ പിടിച്ച് അകത്തിട്ടപ്പോൾ ഞാൻ ഇറങ്ങിയില്ലേ? അതുപോലെ ഞാൻ പോയാൽ 10 എണ്ണം വേറെ വരും. അതുകൊണ്ട് ആ വായ്ത്താളം കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട. ഏതായാലും തൽക്കാലം ഇത്ര കമൻറ്റേ ഉള്ളൂ. അശോകന് ക്ഷീണമായി. പുതിയ കമൻറ്റുകളുമായി വീണ്ടും കാണാം. നല്ല നല്ല കമൻറ്റുകൾ കൊണ്ടിട്ട് സംഖ്യകളെ. എനിക്കാണെങ്കിൽ കണ്ടൻറ്റ് ദാരിദ്ര്യമുണ്ട്. നിൻ്റെയൊക്കെ കമൻറ്റ് കണ്ടിട്ട് 2 തരമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ആദ്യം പോയി അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളിൽ ബൈനാക്കുലറും കൊണ്ടിരിക്കാതെ സ്വന്തം ചരിത്രം എടുത്തു വെച്ചൊന്ന് വായിക്കും. അതിൽ ഋഗ്വേദം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെടുത്ത് വെച്ച് വായിച്ചാൽ നന്നായിട്ട് മതോന്മത്തനാകാൻ പറ്റും. നല്ല ചരിത്രങ്ങളും സെക്സോളജി അതിനകത്താണ് ഉള്ളത്. വായിച്ചിട്ടുള്ള എനിക്കിവിടെ പറഞ്ഞു തരണേ. ചുമ്മാ എനിക്കും കേൾക്കാനൊക്കെ ഉണ്ടാണ്. അതായത് ആദ്യം. അപ്പം ശരി, ഗുഡ് നൈറ്റ്.